ഹായ്, ഗുഡ് മോർണിംഗ്. എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് എനിക്കൊരു സ്പെഷ്യൽ വിഷസ് ഉള്ളത്, ഇന്നലെ വിവാഹ വാർഷികം ആഘോഷിച്ച ലിജോ ജോർജിനും വൈഫിനും എൻ്റെ ഹൃദയം നിറഞ്ഞ വിവാഹ വാർഷിക ആശംസകൾ. ആക്ച്വലി ലിജോ ഇന്നലെ മെസ്സേജ് അയച്ചായിരുന്നു, പക്ഷേങ്കിൽ ഇന്നലെ എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് ആ വീഡിയോയിൽ പറയാൻ പറ്റിയില്ല. അതുകൊണ്ട് ലിജോയ്ക്കും വൈഫിനും ദൈവം തമ്പുരാൻ ആയുസ്സും ആരോഗ്യവും ഒക്കെ തന്നെങ്കിൽ സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നിങ്ങൾക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ആക്ച്വലി ഓഗസ്റ്റ് 15 രേഷ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു എന്താ പറയുന്നത്, എൻ്റെ ഫോളോവർ ആണെങ്കിൽ കൂടിയും എനിക്കൊരു കുഞ്ഞനിയത്തിയെ പോലെ എന്താ പറയുന്നത്, എന്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും രേഷ്മയുടെ ഒരു കമൻ്റ് ഇല്ലാത്ത ഒരു വീഡിയോ എനിക്കില്ല. അങ്ങനെയാണ് രേഷ്മ എൻ്റെ ഓരോ വീഡിയോസ് കാണുന്നതും അല്ല. ആക്ച്വലി ഓഗസ്റ്റ് 15 രേഷ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ഞാൻ രേഷ്മയോട് സോറി പറയാം, കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത് കഴിഞ്ഞ് പിന്നെ ചെയ്ത വീഡിയോസിലൊന്നും അത് പറയാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നലെ ആ ലിജോ മെസ്സേജ് അയച്ചപ്പോഴാണ് രേഷ്മയെക്കുറിച്ച് പെട്ടെന്നൊരു ഓർമ്മ വന്നത്. അപ്പോൾ രേഷ്മയ്ക്കും ഹസ്ബൻഡിനും എൻ്റെ ഹൃദയം നിറഞ്ഞ വിവാഹ വാർഷിക ആശംസകൾ. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തോടെ സമ്പൽ സമൃദ്ധിയോടെ മുന്നോട്ട് ജീവിക്കാൻ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ. നിങ്ങളെല്ലാവരെയും ഞാൻ എന്നും എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ ഉൾപ്പെടുത്താറുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും എനിക്ക് ഓരോരോ മെസ്സേജുകൾ അയക്കുമ്പോൾ ഞാൻ എല്ലാ വിഷയത്തെയും ഞാൻ ഓരോ ദിവസം പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ഓർക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഈ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ എൻ്റെ കൂട്ടുകാരുമായിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പ്രാർത്ഥിച്ചാൽ ഉടൻ നമുക്കങ്ങ് അനുഗ്രഹം കിട്ടും, പ്രാർത്ഥിച്ചാൽ ഉടൻ നമ്മളുടെ കാര്യങ്ങളെല്ലാം അങ്ങ് നേടും എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷേങ്കിൽ അതൊരിക്കലും നടക്കത്തില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതലുണ്ടാവും. പക്ഷേങ്കിൽ ആ പ്രതികൂലങ്ങളുടെ നടുവിൽ നിങ്ങൾ വീണു പോകത്തില്ല എന്ന് ഞാൻ 100% ഉറപ്പ് പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പല പ്രതികൂല സാഹചര്യത്തിൽ കൂടി ഞാൻ കടന്നു പോയിട്ടും ഞാൻ മാസങ്ങൾ ആ വേദനയിൽ ഞാൻ കഴിഞ്ഞിട്ടുള്ള ആളാണ്. ചില ഒരു പ്രശ്നം വന്നാൽ ചിലപ്പോൾ മാസങ്ങൾ എടുക്കും ആ ഒരു പ്രശ്നത്തിൽ നിന്ന് ഞാൻ പുറത്തു വരാൻ. പക്ഷേങ്കിൽ ആ ഒരു മാസങ്ങൾ സമയം എടുത്താൽ കൂടിയും ദൈവം തമ്പുരാൻ എൻ്റെ കാല് വഴുതാനെ കൊണ്ട് ദൈവം അനുവദിക്കത്തില്ല, തളർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഞാൻ പ്രാർത്ഥനയോട് കൂടി മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ എന്ത് വിഷമം വന്നാലും ഞാൻ എൻ്റെ സങ്കടങ്ങൾ എൻ്റെ ദൈവത്തോടാണ് പറയുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ എനിക്കൊരു ബലം കിട്ടും എന്നുള്ള ഉറപ്പോടുകൂടി തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. പക്ഷേങ്കിൽ ദൈവം തമ്പുരാൻ എനിക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ തരണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, എന്നെ നന്നായിട്ട് ഇട്ടൊന്ന് ഉരുക്കി 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 അതിനെ സ്വർണത്തെ പോലെ ശോഭയായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ദൈവം എന്നെ ആ ഒരു വഴിയിലോട്ട് എത്തിക്കത്തുള്ളൂ. അതുവരെ എനിക്ക് നല്ല പരീക്ഷണങ്ങൾ തന്നെ ഒന്നൊന്നര പരീക്ഷണങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടത്താറുണ്ട് കേട്ടോ. പക്ഷേങ്കിൽ ആ പരീക്ഷണങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ജീവിതത്തിൽ ദൈവം തമ്പുരാൻ എനിക്ക് തരുന്ന ആ ഒരു സ്ഥാനം അല്ലെങ്കിൽ ആ ഒരു അനുഗ്രഹം ഉണ്ടല്ലോ, അത് ഒരിക്കലും എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിലുള്ള അനുഗ്രഹങ്ങളാണ് ദൈവം എനിക്ക് തരാറുള്ളത്. ഞാനത് എന്തുകൊണ്ട് എൻ്റെ കൂട്ടുകാരോട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രാർത്ഥിക്കണം, മടി കൂടാതെ പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം പ്രാർത്ഥിക്കുന്നോ അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ ഉണ്ടാകത്തുള്ളൂ, ഇന്നല്ലെങ്കിൽ നാളെ. കാരണം വെച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പം നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു നിശ്ചയമുണ്ട്, നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ വെറുതെ നമ്മളെ കൊണ്ടുപോയി ആ ഒരു അവസ്ഥയിൽ ഇരുത്തത്തില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ പറയുന്നത്, നമ്മൾ ഒരുപാട് പ്രയത്നിച്ച് ഒരുപാട് പരിശ്രമിച്ച് ഒരുപാട് കഷ്ടപ്പെട്ടെങ്കിലേ നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തത്തുള്ളൂ. എൻ്റെ ജീവിതത്തിൽ ഞാൻ പല അനുഭവങ്ങൾ, ഒന്നല്ല രണ്ടല്ല മൂന്നല്ല, അത് പറഞ്ഞാൽ ഇന്നും നാളെയും തീരത്തില്ല, അത്രത്തോളം എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടുകാരുമായിട്ട് ഞാനൊന്ന് ഷെയർ ചെയ്തതാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊന്ന് അനുഭവിച്ച് നോക്കണം. പിന്നെ അതുപോലെ തന്നെ ബൈബിള് വായിക്കാനെ കൊണ്ട് എത്ര നമുക്ക് ബൈബിള് വായിക്കാൻ സാധിക്കും അത്രയും വായിക്കുക. ഞാൻ കുറേ ബൈബിളിലെ സങ്കീർത്തനങ്ങളായാലും കുറേ ഞാൻ കാണാതെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഞാൻ രാത്രികളിൽ ഞാൻ എപ്പോഴും കിടക്കുമ്പോഴായാലും രാത്രി ഉണരുമ്പോഴായാലും എല്ലാം ഞാൻ ഇങ്ങനെ ബൈബിളിലെ ചെറിയ ചെറിയ വാക്യങ്ങളൊക്കെ പറയും, പ്രാർത്ഥിക്കും. എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇന്നും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം എന്താണെന്നറിയാമോ? രാത്രി ഞാൻ നല്ല ഉറക്കമായിരിക്കും, പക്ഷേങ്കിൽ ദൈവം തമ്പുരാൻ എന്നെ രാത്രിയിൽ കുറഞ്ഞത് ഒരു വെട്ടമെങ്കിലും ദൈവം തമ്പുരാൻ എന്നെ ഒന്ന് ഉണർത്തിയിരിക്കും. അത് ചിലപ്പോൾ 1:30 മണിയായിരിക്കാം, ചിലപ്പോൾ 3 മണിയായിരിക്കാം, ചിലപ്പോൾ 4:30 മണിയായിരിക്കാം. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കിടക്കുന്ന സമയത്തിനനുസരിച്ചിട്ടായിരിക്കും ദൈവം തമ്പുരാൻ എന്നെ ഉണർത്തുന്നത്. ഇതെൻ്റെ പൊങ്ങച്ചൻ പറയല്ലോ കേട്ടോ. പക്ഷേങ്കിൽ ഞാൻ ഉണരുന്ന സമയത്ത് എൻ്റെ നാവിൽ ഞാൻ ദൈവമേ ദൈവമേ എന്ന് പറഞ്ഞ് ഞാൻ ഉച്ചരിച്ചുകൊണ്ടായിരിക്കും ഉണരുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിനകത്ത് ഞാൻ എപ്പോഴും വിചാരിക്കും, ദൈവമേ അതെങ്ങനെ സംഭവിക്കുന്നത്? കാരണം ഞാൻ നല്ല ഉറക്കത്തിലായിരിക്കുമ്പോഴും ഞാൻ ഉണരുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എങ്ങനെ ഉണരുന്നത്? അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്കിപ്പോൾ തോന്നുന്ന കാര്യം വെച്ചാൽ, നമ്മൾ ഈ ഉറങ്ങുന്ന സമയത്ത് ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട്, നമ്മുടെ ആത്മാവിനോട് ദൈവം സംസാരിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഉണരുന്ന സമയത്ത് ഞാൻ എഴുന്നേറ്റ് ബാത്റൂം പോയിട്ട് പിന്നെ ഞാൻ വന്നു കഴിഞ്ഞാൽ ഒരു ബൈബിളിലെ കുറച്ച് വാക്യങ്ങൾ പറയാതെ പ്രാർത്ഥിക്കാതെ ഞാൻ ഉറങ്ങത്തില്ല. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കും, ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം എന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഉണർത്തുന്നതെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്.
ചിലപ്പോൾ ശരിയായിരിക്കും, അതിന് വേണ്ടിയിട്ടായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം എന്നിൽ പ്രാർത്ഥനയുടെ കുറവ് ഉള്ളതുകൊണ്ടായിരിക്കും ദൈവം തമ്പുരാൻ ഈ രാത്രികളിലൊക്കെ എന്നെ എഴുന്നേൽപ്പിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ കിട്ടുന്ന ഒരു അനുഗ്രഹം ഉണ്ടല്ലോ. നമുക്ക് എന്ത് പ്രയാസവും എന്ത് വിഷമോ എന്ത് സങ്കടവും വന്നാലും നമുക്ക് പറയാൻ ഒരാൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മൾ പറയുന്നതിനെക്കാട്ടി മുന്നേ നമ്മളെ അറിയുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു ഉറപ്പുണ്ടല്ലോ, ജീവിതത്തിൽ നമ്മൾ എന്ത് പ്രതിസന്ധി നേരിടുമെന്ന്. അതിന് ഉദാഹരണം ഞാൻ തന്നെയാണ്. ഞാൻ എത്ര സങ്കടം നിറഞ്ഞ കാലഘട്ടത്തിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത്രത്തോളം എന്താ പറയുന്നത്, വേദനയുടെ നടുവിലൂടെ ഞാൻ നടന്നു പോയിട്ടുണ്ട്. ഞാൻ വിചാരിക്കും ദൈവമേ ഞാൻ ഇവിടെ വീണ് പോവും, എനിക്ക് പറ്റില്ല മുന്നോട്ട് യാത്ര ചെയ്യാൻ എന്നൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ അവിടെ ഒന്നും എന്നെ വീഴ്ത്താതെ എനിക്ക് താങ്ങായിട്ട് തണലായിട്ട് എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരെല്ലാവരും, നമുക്കതൊരു ജാതിയോ മതമോ അതൊന്നും ഒരു വിഷയമല്ലെന്ന്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മൾ ജീവനുള്ള ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളുടെ ആവശ്യങ്ങൾ നമ്മൾ മനസ്സ് തുറന്ന് ദൈവത്തിന് മുന്നിൽ സമർപ്പിക്കുക. അതിന് 100% ഇന്നല്ലെങ്കിൽ നാളെ അതിനൊരു ബലം ഉണ്ടാവും. അത് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നമുക്ക് ബലം കിട്ടത്തില്ല. ദൈവത്തിനൊരു സമയമുണ്ട്, ആ സമയം നമ്മുടെ ജീവിതത്തിൽ ബലം 100% ഉണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ കൂട്ടുകാർ, പ്രാർത്ഥനയ്ക്ക് കൂടുതലായിട്ട് സമയം കണ്ടെത്തുക, കൂടുതലായിട്ട് പ്രാർത്ഥിക്കുക, കൂടുതലായിട്ട് ദൈവത്തിലേക്ക് അടുക്കുക. അങ്ങനത്തെ സാഹചര്യങ്ങൾ ദൈവം തമ്പുരാൻ നമ്മളെ കൈവിടത്തില്ല കേട്ടോ. ദൈവം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മളെക്കാൾ മുന്നമേ നമ്മുടെ വിഷമങ്ങൾ നമ്മുടെ പ്രയാസങ്ങളൊക്കെ അറിയാം. എന്നാൽ കൂടിയും നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മുടെ ആവശ്യങ്ങൾ അവർക്കറിയാമെങ്കിലും ഇതിപ്പം വലിയ അത്യാവശ്യമില്ലാത്ത കാര്യമായിരിക്കും, കുഴപ്പമില്ല വിട് പിന്നെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ചിലപ്പം നമ്മുടെ മാതാപിതാക്കൾ ചിലപ്പം അത് പിന്നെ ആവട്ടെ എന്ന് വിചാരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടാവും. അതേ സ്ഥാനം നമ്മളൊന്ന് കരഞ്ഞൊന്ന് നിലവിളിച്ച് നമ്മളൊന്ന് കൈയും കാലൊക്കെ ഒന്ന് പിടിച്ചു നോക്കിക്കേ, ആ കാര്യം എത്ര പെട്ടെന്ന് സാധിച്ചു തരാൻ പറ്റുക അത്രയും പെട്ടെന്ന് നമുക്കത് സാധിച്ചു കിട്ടും. ശരിയല്ലേ? അതുപോലെ തന്നെയാണ് ദൈവത്തിനറിയാം നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ദൈവത്തിനറിയാം. പക്ഷേ നമുക്കതിനോട് എത്രത്തോളം ആഗ്രഹം ഉണ്ടെന്നുള്ളത് നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നതിനനുസരിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഈ പറഞ്ഞു തന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെടട്ടെ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വീണ്ടും കാണും വരെ ടേക്ക് കെയർ, ബൈ.